കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് തൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിധിയോട് തുറന്നു പറയുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നത്, കണ്ടുമുട്ടിയതും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തപ്പെട്ടതുമായ എല്ലാ കഥകളും പറയുന്നുണ്ട്. അപ്പം നിധി എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ തല കുലുക്കി നിൽക്കുന്നുണ്ട്. എടോ സത്യമായിട്ടും ഞാൻ വിചാരിച്ച് ഇത്രയും നാളത്തെ ഒന്നിച്ചുള്ള ജീവിതത്തിനിടയിൽ തനിക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ സത്യമല്ലേ? തനിക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഒരുപാട് ഇങ്ങനെ നിധി ഇങ്ങനെ അല്ല സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിധി ലാസ്റ്റ് കഴിഞ്ഞോ, സംസാരിച്ച് കഴിഞ്ഞോ, ഇനി ഞാൻ പറയട്ടെ എന്ന് പറയും. ആ പറയടോ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ പറയും. അപ്പോൾ ഇനി നിധിയുടെ കൂടെ അല്ലേ, അപ്പോൾ അതിനുവേണ്ടി നിധി ഇങ്ങനെ പറയണേ, ആദ്യം തന്നെ ചോദിക്കണേ, എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഞാൻ എപ്പോഴെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിധി എന്താ അങ്ങനെ സംസാരിക്കണേന്ന് ചോദിക്കും. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ നോട്ടത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ എന്തെങ്കിലും ഒരു ഇഷ്ടം തനിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ സുധീഷൊന്നും മിണ്ടൂല. പിന്നെ എങ്ങനെയാണോ തന്നെ ഞാൻ ലവ് ചെയ്യണത്? ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി കിട്ടാനും ജോലിക്കും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ലാതെ തൻ്റെ വീട്ടിൽ താമസിക്കാനോ തന്നെ പോലെ ഒരു ഫ്രോഡിൻ്റെ കൂടെ ജീവിക്കാനോ വേണ്ടിയിട്ടല്ല. എന്നിട്ടിങ്ങനെ പറയും, ഞാൻ ഇന്ന് എവിടെയാണ് പോയെന്ന് തനിക്കറിയുമോ എന്ന് ചോദിക്കും. ഓഫീസിലല്ല, നമ്മുടെ വിവാഹം നടത്തി തന്നേ പോലീസുകാരനെ കാണാൻ പോയത്. അയാളെന്നോട് എല്ലാം പറഞ്ഞിടോ. അയാൾ എപ്പോൾ കോടതിയിൽ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ അപ്പം അയാൾ വിളിക്കും. ഇതെങ്ങനെ സംഭവിക്കുന്നത്, ഗോപി പോലീസ് എങ്ങനെ അറിയണു എന്നൊക്കെ ഞാൻ തൻ്റെ മുന്നിൽ വെച്ച് എത്ര തവണ ചോദിച്ചിടോ. അപ്പോൾ താൻ എന്താ പറഞ്ഞത്? തനിക്കൊന്നും അറിയില്ലെന്നല്ലേ? എന്നിട്ടും താൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്, എന്തെല്ലാം കള്ളങ്ങളാണ് താൻ എൻ്റെ മുന്നിൽ പറഞ്ഞത്. അന്നേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. ഗോപി സാറേ തത്ത പറയുന്ന പോലെ എല്ലാം പറഞ്ഞു. താൻ അന്ന് ഞാൻ തന്നോട് ചോദിച്ചതല്ലേടോ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അത് പ്രൂഫില്ലാണ്ട് ആധാർ കാർഡ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കറിയില്ലെന്ന് പറഞ്ഞല്ലേ? തൻ്റെ ഫോണിൽ എൻ്റെ ആധാർ കാർഡ് ഉണ്ടായിട്ടല്ലേടോ താൻ അത് ചെയ്തത്. ഈ ആധാർ കാർഡ് വേറെ എടുക്കാൻ വേണ്ടി ഞാൻ എത്ര അടുത്ത് കയറി ഇറങ്ങിയടോ. എന്നിട്ടും താൻ എനിക്ക് അത് പറഞ്ഞു തന്നപ്പോൾ നിധി അപ്പം എങ്ങനെയോ എൻ്റെ ഫോണിലുണ്ടായത് കൊടുത്തതാണ്, പിന്നെ എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഫോണിലുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ മിണ്ടരുത്, തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു. തനിക്ക് നാണാവൂലേ ഇങ്ങനെയൊക്കെ നോണ പറയാൻ? താനേ എന്തൊരു മനുഷ്യനാടോ, എന്തൊരു ഫ്രോഡാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് തന്നെ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഏറ്റവും ശരിയാണ് വിവാഹമോചനം, ആ ഡിവോഴ്സിന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണത്. ഇനി എൻ്റെ മുന്നിൽ തന്നെ കണ്ടുപോകരുതെന്ന് പറയും. അതിന് ശേഷം നിധി നമ്മുടെ സുധീഷിൻ്റെ ഷർട്ടുമ്പോൾ പിടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നുണ്ട്, താനല്ലേടോ ആ വിവാഹം അവിടെ നാടകം നടത്തിയത്, വിവാഹം വേണമെന്ന് പറഞ്ഞത് താനല്ലേടോ, നമ്മൾ സ്നേഹിക്കണമെന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത്. എന്നിട്ട് നാട്ടുകാരോട് മുഴുവൻ തൻ്റെ ഭാര്യയാണ് ഞാൻ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടന്നില്ലേടോ. ഒരു പെണ്ണിൻ്റെ ജീവിതമല്ലേടോ താൻ മൂലം നശിച്ചത്. താൻ എന്ത് തെറ്റാടോ ഞാൻ തന്നോട് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിധി സുധീഷിനെ പറയാത്തതൊന്നുമില്ല. എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടിയെന്നുള്ളതെന്ന് വെച്ചാൽ കയ്യും കണക്കുമില്ല. സുധീഷ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളൊക്കെ നിധി അറിഞ്ഞു. കള്ളത്തരത്തിലൂടെയാണ് നിധിനെ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം നിധി മനസ്സിലാക്കി. അപ്പം അതറിഞ്ഞിട്ട് പോലും സുധീഷ് വീണ്ടും നാടകം കളിക്കുന്നു. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. മതി നിർത്തടോ, ഇനി താൻ എന്നോട് ഒരു അക്ഷരം മിണ്ടരുത്. തന്നെ പോലുള്ള ആൾക്കാരെ അത് എനിക്ക് വെറുപ്പാണ്. എന്നിട്ടല്ല പിന്നെ ലവ് ചെയ്യണേ. മേലിൽ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകും. നിധി സുധീഷ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ നിധി മൈൻഡ് ചെയ്യില്ല. നിധി നേരെ ഒരു ഓട്ടോറിക്ഷയിലാണ് കയറി പോണത്. പിന്നാലെ സ്കൂട്ടിമേൽ സുധീഷും. അതിനുശേഷം കിളിക്കൂടിൽ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിധി നേരെ റൂമിൽ കയറി വാതിലടയ്ക്കും. അപ്പോൾ സുധീഷ് വന്ന് അവിടെ ഇരിക്കും. എടാ എന്തായി പറഞ്ഞോ എന്ന് ചോദിക്കും. നമ്മുടെ ഹരീഷ് എഴുന്നേറ്റ് പറഞ്ഞു ഇല്ല എന്ന് പറയും. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോകും. അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെന്നിട്ട് നമ്മുടെ സുധീഷ് പൊട്ടിക്കരയിന്. നിധി പറഞ്ഞ ഓരോ ഡയലോഗും തന്നെ വെറുപ്പാണ്, വൃത്തികെട്ടവനാണ്, നീ അല്ലെ എന്തെല്ലാമാണോ പറഞ്ഞത് അതിനൊക്കെ സുധീഷ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കരയിന്. എന്നിട്ട് വേഗം മൂക്കൊക്കെ കഴുകി അവരെടുത്ത് വന്ന് പായയിലിരിക്കും. അപ്പോൾ നമ്മുടെ സുഭാഷ് ചോദിക്കും, എടാ കഴിച്ചോ എന്ന് ചോദിക്കും. എന്ന് പറയും. എന്നിട്ട് പറയും ഇല്ല എന്ന് പറയും. കഴിച്ചില്ല, കഴിച്ചെന്ന് പറയും. അപ്പോഴത്തേനും ഹരീഷും നികേഷും എഴുന്നേറ്റിട്ട് ചോദിക്കും, ചേട്ടാ പറഞ്ഞോ എന്ന് ചോദിക്കും. പറഞ്ഞില്ല എന്ന് പറയും. എന്തേന്ന് പറയാൻ സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ എന്തൊക്കെയായിരുന്നു അവിടെ വെറുതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു? എന്തൊരു ബിൽഡപ്പിലാണ് പോയത്, ഞാൻ നിർത്തി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു
എന്നും പറഞ്ഞ് നികേഷ് കെടുക്കും. അപ്പോൾ ഹരീഷും പറയാം ഇയാളിത് പറയുന്നുണ്ട് എന്താ സുധീഷ് ചേട്ടാ പറയാഞ്ഞത്, നല്ലൊരു അവസരമല്ലായിരുന്നു എന്നും പറഞ്ഞ് അവനോട് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചോദിക്കേണ്ട, അവന് തോന്നിയിട്ടുണ്ടാവും സമയമായിട്ടുണ്ടാവില്ല എന്ന്, അവൻ സമയമാകുമ്പോൾ പറഞ്ഞോളൂ, നിങ്ങളുടെ കാര്യം വെച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് പറയും. അങ്ങനെ അവർ ചേട്ടനും അനിയനും കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. അതിനുശേഷം സുധീഷ് ഇങ്ങനെ പൊട്ടി കരയിന്, നിയന്ത്രിക്കാൻ പറ്റാണ്ട് കരയിന്. അപ്പോൾ സുഭാഷ് അത് കേൾക്കുന്ന കരച്ചിൽ. അങ്ങനെ സുഭാഷ് സുധീഷേ എന്താടാ മോനെ എന്താ ഉണ്ടായെന്ന് ഇങ്ങനെ ചോദിക്കണേ. അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. അതിനുശേഷം പിറ്റേ ദിവസത്തെ ഭാഗം കാണിക്കുന്നതിൽ സുധീഷിൻ്റെ അടുത്ത് കൂടെ നിധി പോകുന്നുണ്ട്. അപ്പോൾ നിധി മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം എടോ നമ്മൾ തമ്മിൽ ഉള്ള പിണക്കം വീട്ടുകാരെ അറിയിക്കരുതെന്ന് ഇങ്ങനെ നിധിയോട് ഇങ്ങനെ ഇരന്ന് പറയുന്നു. അപ്പോൾ നിധി പറയുന്നു ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ അവരും അറിയണ്ട, കള്ളത്തരത്തിലൂടെയാണ് താൻ എന്നെ കല്യാണം കഴിച്ചതെന്നവരറിഞ്ഞാൽ അവരുടെ തല എൻ്റെ മുന്നിൽ കുനിയും, അവരുടെ തല കുനിയുന്നത് ഞാൻ കാണേണ്ടി വരും, എൻ്റെ മുന്നിൽ അവർ കുറ്റബോധം കൊണ്ട് നിൽക്കുന്നതും എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ താൻ കളിച്ച നാടകമൊന്നും ഞാനായിട്ട് പറയുന്നില്ല, താനും അവരോട് ഒന്നും പറയണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിധിക്ക് എന്തോ ഒരു ലെറ്റർ വന്നിട്ടുള്ളതെന്ന്, അതിനിപ്പോൾ കോടതിയിൽ നിന്നാണോ എന്നറിയില്ല. കൂടെ നികേഷും കൂടി ഉണ്ടായത് കൊണ്ട് തന്നെ സുധീഷിനെ ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.